ഭയങ്കര ഇഷ്ടമായി. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, വെൽക്കം ടു അപർണാസ് ക്യാൻവാസ്. ഇന്ന് കുറേ നാളിന് ശേഷം നമ്മൾ വ്ളോഗ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു 1 day ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഒരു എന്താ പറയുക, ഒരു ലെഷർ ട്രിപ്പ്. ഭയങ്കര ഒരു ബിസി ആയിട്ടുള്ള നമ്മുടെ ഒരു ഷെഡ്യൂളിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ ഒരു 1 day ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ വീട്ടിൽ നിന്ന് പോവുകയാണ്. വെൽക്കം ബാക്ക് ടു അപർണാസ് ക്യാൻവാസ്. അങ്ങനെ എല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും ഒരു ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടൊക്കെയാണ് ഈ ഒരു ഹോളിഡേ നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിലേക്ക് വന്നിട്ട് നമ്മൾ ആദ്യമായിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുന്ന ഒരു ട്രിപ്പാണ് കേട്ടോ ഡില്ലോറിലോട്ടുള്ള ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ മിക്കവാറും എനിക്ക് തന്നെയാണ് പറ്റാതെ വരാറ്. പുതിയ വീട്ടിൽ വന്നിട്ടുള്ള ഒരു ഹോം ടൂറും കാര്യങ്ങളൊക്കെ വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ആ ഒരു വ്ളോഗ് വരുന്നതാണ്. പെട്രോൾ കാര്യങ്ങളൊക്കെ അടിച്ച് ഫുൾ ടാങ്ക് ആക്കിയിട്ട് നമ്മൾ പോവുകയാണ്. യെല്ലോ ബീങ് ആണ് നമ്മുടെ ഫ്രണ്ടിൽ പോകുന്നത്. വെയിറ്റ് ലോസ് ജേണിയുടെ ഭാഗമായിട്ട് ഒരു മിഡ് സ്നാക്കായിട്ട് നമ്മളൊരു പഴം എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇനി അടുത്തൊരു പ്ലാൻ എന്ന് പറയുന്നത് പാർക്കിലൊക്കെ ഒരു ഫുഡിങ്, അങ്ങനെ ഒരു പ്ലാനിൽ നമ്മൾ കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ വാങ്ങിയിട്ട് പോകണം എന്നുള്ളൊരു പ്ലാനും കൂടിയുണ്ട്. അതിനുശേഷമായിരിക്കും നമ്മുടെ ഈ ഒരു ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യുക. നമ്മളിപ്പോൾ ബ്രിസ്റ്റോളിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 2.5 മണിക്കൂറാണ് ഡെഡിലോർ വരെ വരുന്നത്. അതിനിടയ്ക്ക് ബ്ലാൻഫോർഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഈ ഒരു ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങുന്നത്. ഇടയ്ക്കൊന്നും വേറെ ഷോപ്പ് കാര്യങ്ങളൊന്നും ഇല്ല. കുറേ ഡിസ്റ്റൻസിൽ അങ്ങനെയാണ്. ഇവിടെയൊക്കെ അങ്ങനെയാണ് പൊതുവേ നമ്മൾ യാത്രകൾ ചെയ്യുമ്പോഴും കാണാറ്. അങ്ങനെ നമ്മൾ ടെസ്കോയിൽ എത്തിയിട്ടുണ്ട്. ചെറിയ കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ നമുക്ക് ഒരു സ്നാക്ക് പോലെ എടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ദെൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സാൻഡ്വിച്ച്, ഫ്രൂട്ട്സ്, ദെൻ പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫുഡിങ് പരിപാടികളൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സൺഫ്ലവറിൻ്റെ ഫ്ലവേഴ്സൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സന്തോഷം തോന്നിയിട്ട് എടുക്കുന്നതാണ് കേട്ടോ. വാങ്ങാനായിട്ട് എടുത്തല്ല. അപ്പോൾ അത്രയും വലിയ പൂക്കൾ എന്ത് ഭംഗിയായിട്ടായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ടെസ്കോയിൽ, അടുത്തുള്ള ടെസ്കോയിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഇങ്ങനെ വലിയ സൺഫ്ലവറിൻ്റെ ഫ്ലവേഴ്സ് ഇരിക്കുന്നത്. നമ്മളുടെ ഒരു ഔട്ട്ഡോർ ഡൈനിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഇരിക്കുന്നത് നല്ല കളർഫുൾ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണ്. ദെൻ നമുക്ക് കഴിക്കാനുണ്ടായിരുന്ന ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന ടൈപ്പ് ഓഫ് ഒരു, നമ്മുടെ നാട്ടിലിങ്ങനെ പഫ്സ് അങ്ങനെയൊക്കെ കിട്ടുന്ന പോലെ ഇവിടെ ക്രോസോൺ ഇങ്ങനെ കിട്ടും. അതുപോലെ കുറച്ച് ഇങ്ങനത്തെയൊക്കെ ഐറ്റംസ്. ദെൻ കുറച്ച് ബെറീസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ചെറിയാണ്. ദെൻ സ്ട്രോബെറി എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ബ്ലൂബെറിയുടെ ഒരു പ്ലാന്റ് ആണെന്ന് കരുതിയിട്ട് നമ്മൾ വീഡിയോ എടുത്ത് വെച്ചതാണ് ഞാൻ. എനിക്ക് ഉറപ്പില്ല, ബട്ട് ഇങ്ങനെ കണ്ടു. ഇനി നേരെ ഡെഡിലോറാണ്. ഇടയ്ക്ക് ഇനി ഒന്നും ഒരു പ്ലാനിങ്ങും ഇല്ല. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ലേറ്റ് ആയിട്ടുണ്ട്. ഫുഡും കാര്യങ്ങളൊക്കെ കുറച്ച് നമ്മൾ ആ ഒരു ടൈം ആയതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് പിന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 29 ഡിഗ്രി അത്രയും വെതർ, ആ ഒരു ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെയാണ്. ഒരു സമ്മറിൻ്റെ ഒരു പീക്ക് ടൈമൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ബട്ട് നമുക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെയുള്ളൊരു യാത്രയായിരുന്നു. എന്നാലും ഒരു സമ്മർ ആകുമ്പോൾ കുറച്ചധികം ചൂടായിരിക്കും ഉണ്ടായിരിക്കുക. നമുക്ക് വിൻ്ററിൻ്റെ അല്ലെങ്കിൽ ഓട്ടം ആ ഒരു ഫീലിംഗ് അല്ലല്ലോ, കുറച്ചും കൂടെ ഒന്ന് ഹീറ്റായിരിക്കും. അപ്പം ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഉള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിറയെ തിരക്കായിപ്പോയി. നമുക്ക് നല്ല തിരക്കാണ്. ഞങ്ങൾ വന്ന ദിവസം ഭയങ്കര ജനത്തിരക്കാണ്. നമ്മളിനി ഇവിടുന്ന് കുറച്ച് നടന്നിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. ഫൈനലി അങ്ങനെ നമ്മൾ ഡെഡിലോർ എത്തിയിരിക്കുകയാണ്. കുറേ നാളായിട്ട് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെ വരണം. പക്ഷേ ഓരോ സീസൺ അനുസരിച്ച് വിൻ്ററിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് സമ്മറിൽ വരുമ്പോഴാണ് അതിൻ്റെ ഒരു നല്ലൊരു ഭംഗി ഉണ്ടാവും. നല്ല വെയിൽ, അതുപോലെ നല്ല തിരക്കുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് ഇത്രയും നിറയെ പാർക്കിംഗ് ഇതാണ് കാറുകൾ. പിന്നെ അവിടെ ചെല്ലുമ്പോൾ നല്ല തിരക്കായിരിക്കും എന്ന് വിചാരിക്കുന്നു. നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. കഴിഞ്ഞ വിൻ്ററിനല്ലേ അരുൺ വന്നേ? അരുൺ വിൻ്ററിൽ വന്നിട്ടുണ്ട്. അന്നേരം ഇത്രയും തിരക്കുണ്ടായിരുന്നോ? തിരക്കില്ല. ഇത്രയും പാർക്കിംഗ് ഒന്നും ഇല്ല അല്ലേ? 5-6 വണ്ടി. ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് ഇനി അങ്ങോട്ട്? ഓക്കെ, 5 മിനിറ്റ് മതി. അവിടെ ഒരു ഹെലികോപ്റ്റർ കാണുന്നുണ്ട്. ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലേ. റെഡ് കളറാണ്. അവിടെ ഒരു കപ്പലൊക്കെ കിടക്കുന്നുണ്ട് അറ്റത്ത്. വാവ്, നമ്മളങ്ങനെ ഡെഡിലോർ എത്തിയിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഐ എം സോ എക്സൈറ്റഡ്. കുറച്ച് ഇങ്ങനെ കല്ലുകളൊക്കെ ഉണ്ട്, പക്ഷെ നല്ല രസമാണ്.
ഒക്കെ ഇങ്ങനെ ഇറങ്ങി അവിടെ ഓട്ട് ഇനിയിപ്പോൾ ഇറങ്ങി പോകുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുക അല്ലേ? യെസ്, ഇങ്ങനെ തന്നെയാണോ അരുൺ? ഇങ്ങനെ കല്ലിൻ്റെ ആണോ അങ്ങോട്ടും? അല്ല, കുറച്ചേ ഉള്ളൂ അല്ലേ? സ്റ്റെപ്പൊക്കെ ഉണ്ടോ? സൂക്ഷിക്കണം. ഓക്കെ, ഗുഡ് ബൈ. ആണല്ലേ? ഇതിന് കൈവരി ഒന്നുമില്ല, പക്ഷെ എന്ത് ബ്ലൂ വാട്ടർ ആണ്, അടിപൊളി. ഇത് പായ്ക്കപ്പൽ 2 ഉണ്ട്, കാണാൻ പറ്റുമോ? യെസ്. ഭയങ്കര കുത്തനെ ഇറക്കമാണ്. പിടിക്കണേ, അത് നല്ലോണം തിരിച്ചെങ്ങനെ കേറുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. അതെ, പിന്നെ സലിംകുമാർ ആവാം. അയ്യോ അടിപൊളി. എന്റെ ദൈവമേ, അങ്ങ് വരെ നടക്കണം അല്ലേ? എനിക്ക് അങ്ങോട്ട് ഇറങ്ങുന്നൊക്കെ ഇഷ്ടപ്പെട്ട്, ഇങ്ങോട്ട് എങ്ങനെ കയറി വരും എന്നുള്ളത് എനിക്ക് പേടി. ചൂട് കാരണം നല്ല വെയിലുണ്ട്. ഭയങ്കര വൈബ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ കാണുന്ന ബ്ലൂ വാട്ടർ അല്ലേ? ഓ നമ്മൾ ഇവിടോട്ടാണല്ലേ പോണേ. ബ്യൂട്ടിഫുൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് ഇവിടെ പോവാം. ഇവിടെ പോയിട്ട് നമുക്ക് ഇവിടെ അധികം തിരക്കില്ലല്ലോ. സോ ബ്യൂട്ടിഫുൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓ എന്ത് രസാണ്. നമ്മള് ശരിക്കും മൂവീസിലൊക്കെ കാണുന്ന പോലെ അല്ലേ? ഞാനും ഒരെണ്ണം കൂടി ഇതിൻ്റെ മേലെ നിന്നുള്ള ഒരു വ്യൂ ഇല്ലേ, അതിങ്ങനെ ആസ്വദിച്ച് നിന്നിട്ട് അവിടെ അങ്ങ് സ്റ്റക്കായിപ്പോയി. അപ്പോൾ എല്ലാവരും താഴേക്ക് ഇറങ്ങുന്നുണ്ട്. ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു സ്റ്റെപ്പ് വഴിയാണ് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരേണ്ടത്. അപ്പോൾ നമുക്കിവിടെ നിന്നാൽ നിസ്തായും വിഷ്ണുവിനെയൊക്കെ താഴെ എത്തിയത് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇത്രയും ഇങ്ങനെ താഴേക്ക് ഇറങ്ങിയേ വരണം. ഇത്രയും നടന്നെത്തിയാലാണ് നമുക്ക് താഴെ എത്താൻ പറ്റുക. ഇത് ഒരു ഭാഗമാണ്. നമ്മൾ ശരിക്കും ഡഡ്ഡലോറിൻ്റെ ഫോട്ടോസ് കാണുന്ന ആ ഒരു പോർഷൻ്റെ ഒരു ലെഫ്റ്റ് സൈഡാണ് ഈ കാണുന്നത്. ഇതിന് ഇവിടേക്ക് അധികം ആളില്ലാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഈ പോർഷനിൽ നമുക്ക് ഇറങ്ങാമെന്ന്. അപ്പുറത്തെ സൈഡിൽ നല്ല തിരക്കാണ്. അപ്പോൾ അത് നമ്മൾ കുറച്ച് ഇത് കഴിഞ്ഞിട്ട് കയറുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റെപ്സൊക്കെ നമ്മളിങ്ങനെ പയ്യെ ഇറങ്ങി അധികം ഇല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു 5 മിനിറ്റിൽ താഴെ എത്തും. അധികം ഒന്നുമില്ല, പെട്ടെന്ന് നമുക്ക് താഴെ എത്തും. തിരിച്ച് കയറുന്നത് കുറച്ച് ടാസ്ക്കാണ്, നമ്മൾ ക്ഷീണിച്ചു പോവും. എന്നാലും നന്നായിട്ട് നല്ല ഒരു ഫീലിങ്ങിലാണല്ലോ നമ്മൾ ഈ ഇത്രയും ബ്ലൂ വാട്ടർ ഇങ്ങനെ കാണാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ശരിക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ അത് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം. നമ്മൾ ഇത്തിരി ഒന്ന് സ്റ്റെപ്പും കയറി ഇറങ്ങുകയൊക്കെ ചെയ്യണം, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ താഴെ എത്തിയിട്ടുണ്ട് ഏകദേശം. ഇനി നിസ്തായും വിഷ്ണുവിനെയൊക്കെ കണ്ടുപിടിക്കണം, അതാണ് ഒരു ടാസ്ക്. നോക്കാം, നല്ല പെബിൾസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ താഴെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ താഴത്തെ സ്ഥലത്തോട്ടെത്തി. ഞാൻ അവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുവാണ്. എനിക്കൊന്ന് അവർ അപ്പുറത്തെ സൈഡിലാന്ന് തോന്നുന്നു, അങ്ങോട്ട് വേണം തോന്നുന്നു. അവിടെയുണ്ട്. താഴെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയാണ്. നമ്മൾ ഈ കാണുന്ന ഓപ്പോസിറ്റുള്ള ഒരു റോക്കൊക്കെ ഇല്ല, അതിൻ്റെ മുകളിൽ നിന്ന് ആൾക്കാർ താഴേക്ക് ഡൈവ് ചെയ്യുന്നുണ്ട്. അതുപോലെ കയക്കിങ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ കൊണ്ടുവന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ദെൻ ക്ലിയർ വാട്ടറാണ്, അധികം ആഴമൊന്നുമില്ല. ഞങ്ങൾ കുറേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനി ഇറങ്ങാൻ പോവാണ് അങ്ങോട്ട്. ഓ നല്ല തണുത്ത വെള്ളം.
നടക്കാൻ പോകും. എന്ത് രസമല്ലേ? ഡ്രീം കം ട്രൂ. നല്ല തെളിഞ്ഞ വെള്ളം. കാണുന്നില്ല കേട്ടോ. ഉണങ്ങട്ടെ പോകാനായിട്ട്. നല്ല ക്ഷീണിച്ചതല്ലേ? ഭയങ്കര ഉപ്പാണ് വെള്ളത്തിൽ. കടലിനൊക്കെ ഉപ്പല്ലേ അല്ലേ? നമുക്ക് അതിങ്ങനെ കിടക്കാൻ ഭയങ്കര ഫേവറേറ്റ്സ് ഒക്കെ. അങ്ങനെ നമ്മളിവിടെ വന്ന് കിടക്കുകയാണല്ലേ. ഈ കിടപ്പ് സത്യം പറഞ്ഞാൽ അടിപൊളിയാണ്. ചെറിയൊരു ചൂട്. ഫുള്ള് ക്ഷീണിച്ചിട്ട് ഇങ്ങനെ വന്ന് കിടക്കും. ബാക്കിലൊരു വെള്ള പാറക്കെട്ട് പോവുകയാണ് മേലോട്ട്. എന്ത് ഭംഗിയാണ് ഇതിന്. നമ്മളെ കാണാൻ നല്ല ഭംഗി. ആ ഒരു ബ്ലൂ കളറ് എന്ത് രസമാണ്. നമ്മളിപ്പോ ഇതിന്റെ ലെഫ്റ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത്. ഇനി റൈറ്റ് സൈഡിലാണ് മറ്റേ ആ ഒരു ഷേപ്പിലുള്ള നമ്മൾ വിൻഡോസിൻ്റെ ഒക്കെ ഡെസ്ക്ടോപ്പിൽ പിക്ചർ ആക്കിയിരിക്കുന്ന ആ ഒരു സെറ്റപ്പ് കാണാൻ പോകുന്നത്. പക്ഷെ ഇതുപോലെ തന്നെ സ്റ്റെപ്പ് ഇറങ്ങിയത് ഇനിയും കയറി അടുത്ത ഫുൾ സ്റ്റെപ്പ് താഴെ ഇറങ്ങിയാലാണ് അപ്പുറത്തെ വശത്തേക്ക് നമുക്ക് പോകാൻ പറ്റുക. മഴയൊക്കെ കാണാൻ ഭയങ്കര ഭംഗി. ഈ സമയത്ത് നല്ല വെയിലായിരുന്നെങ്കിലും ഇപ്പോൾ പോകുമ്പോൾ നമ്മൾ കടലിൽ നിന്ന് കയറിയല്ലേ, നല്ല തണുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം തോന്നുന്നു എനിക്ക് ആ ഒരു ചൂടായിരുന്നു കുറച്ചുകൂടെ നല്ലത്. ഡ്രസ്സൊക്കെ ഇങ്ങനെ ഉണങ്ങി സെറ്റായി വരണം. ഇവിടുത്തെ പെബിൾസ് ഒക്കെ കാണിച്ചു തരാം. വലിയതാണ്. ഇവിടുന്ന് വലിയ കോഴിമുട്ട പോലെ വലിയ വലിയ കല്ലുകളാണ് കിടക്കുന്നത്. ഇത്രയും സൈസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോഴത്തേക്കും ഭയങ്കര തിരക്കാണ്. അവിടെ അത്ര നിൽക്കാൻ പറ്റാത്ത അത്രയും തിരക്കാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അപ്പുറത്തെ സൈഡിൽ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ ഒരു ഭംഗിയുണ്ടല്ലോ, അത് അവിടെ തന്നെ വന്നാലേ കിട്ടുള്ളൂ. അങ്ങനെ ഡർഡിൽഡോർ എന്ന് പറയുന്ന ഒരു വലിയ ഡെസ്റ്റിനേഷൻ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്നതാണ്. അതിവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് മേലേക്ക് പോവുകയാണ്. വന്ന അത്രയും തിരിച്ച് കയറിയിട്ട് ഏകദേശം ഒരു 3 hours നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനൊരു 12 pounds പാർക്കിംഗ് ഫീ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കുറച്ച് ഫോട്ടോസും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ് ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.